ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള നല്ലൊരു മോര് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇന്നത് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടയുള്ള തൈരാണ്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 8 ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ കളറൊന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കിടക്കുമ്പോഴാണ് മോര് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടിയ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച മോര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മോര് ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മോര് കറി നന്നായിട്ട് തിളച്ച് പോവരുത്, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മോര് കറി പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ മോര് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്